അങ്ങനെയല്ലല്ലോ ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ. സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ്, 12 റെയ്ഡ്. ഒന്ന് കേക്ക് വാചകം. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? ഏതു വ്യാജ വാർത്തയും കള്ള വാർത്തയും പ്രചരിപ്പിക്കാം. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയം അത് ED റെയ്ഡാണ്. ED റെയ്ഡ് ഉണ്ടായിട്ട് പലയിടത്തും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപം. മുഖ്യമന്ത്രി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊരു ആക്ഷേപവും പരാതിയും ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തലേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ VD സതീശൻ പോയി കണ്ടു. അതിന് പിന്നിലുള്ള ഡീൽ, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ED റെയ്ഡ്. അങ്ങനെ ഒരു വാദവും നമ്മൾ ഉയർന്നു കേട്ടത് കണ്ടു. ED VD മോദി ഡീൽ, അതിനുള്ള മറുപടി തൃപ്തികരമാണോ? അതിനു മുമ്പ് ഇപ്പൊ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ എനിക്കുണ്ട്. ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരിലേക്ക് പോയി പിന്നെ എന്നിലേക്ക് തിരിച്ചു വരാതെ വീണ്ടും കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുക ചെയ്തത്. ഇപ്പോൾ കേന്ദ്രം ആദ്യം സൂചിപ്പിച്ച കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നിരിക്കെ കേന്ദ്രം മാൻഡേറ്ററി അല്ലാതെ ഒരു സർക്കുലർ മാത്രം ഇഷ്യൂ ചെയ്ത BJP പ്രതിനിധി പറഞ്ഞോണം പാർലമെന്റ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശവും അന്ന് മദ്രാസ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഭരണഘടനയിൽ പറയാത്തത് കൊണ്ട് അത് ഒരു നിയമമാക്കി മാറ്റാനോ ഒരു പ്രീസിഡന്റ് ആക്കി മാറ്റാനോ പാടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തിയത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ നയപ്രഖ്യാപന ചടങ്ങിൽ വന്ദേ മാതരം വായിക്കുന്നത് പാടുന്നത് നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പ്രതിനിധി എന്താ പറഞ്ഞത്? അത് മുഴുവൻ പാടിയില്ലല്ലോ. ഏതായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലർ, ഗവർണറുടെ ഇംഗിതം പൂർണ്ണമല്ലെങ്കിലും അത് നടപ്പാക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് മാറി. ഇത് മാത്രമല്ല, മറ്റൊരു വിഷയത്തിലും ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങളുടെ നയം തന്നെയാണ് ഇവിടെ പ്രഖ്യാപിച്ചതെന്ന് BJP ഇവിടെ പ്രതിനിധി പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺഗ്രസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയം ഞങ്ങളുടെ നയം കൂടിയാണ് എന്ന് BJP പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നു. BJPയുടെ നേതാക്കന്മാർ പോസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. ആകെയുള്ള എതിർപ്പ് എന്താ? വന്ദേ മാതരം മുഴുവൻ പാടിയില്ല എന്നതാണ് BJPയുടെ എതിർപ്പ്. ഇത്ര സമാന ചിന്താഗതിയിലേക്ക് കേരളത്തിന്റെ കോൺഗ്രസും BJPയും എത്തിച്ചേർന്ന പശ്ചാത്തലത്തിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. എന്തിനാണ് മംഗലാപുരത്ത് ഒരു ചാർട്ട് ചെയ്ത വിമാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ പോയത്? അദ്ദേഹം മറുപടി പറഞ്ഞോ? ഇതുവരെ അവിടെ ആരൊക്കെയാണ് കണ്ടത്? ഇവിടെ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരെ ആരോപണ വിധേയമായ പല സാഹചര്യങ്ങളിലുള്ളവരെ കൂടെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിരവധി ചർച്ചകൾ ഉയർന്നു വന്നു. ഒരു മറുപടിയും പറഞ്ഞില്ല. ഇപ്പോൾ ഡൽഹിയിൽ പോയി കണ്ടു, അവിടെ എന്താ ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ അത് പോട്ടെ. ഏതായാലും ഇവിടെ വന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം അരുൺകുമാർ. ഇതിപ്പം തമിഴ്നാട്ടിലും നോക്കൂ, ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. VD സതീശൻ കണ്ടതിന് പിറ്റേ ദിവസം പോയി പ്രധാനമന്ത്രിയെ കണ്ടു. അതൊരു കേർട്ടസി കോളാണ്. 2021-ലും 2026-ലും പിണറായി വിജയൻ ചെയ്ത അതേ കേർട്ടസി കോളാണ്. അതിനെ ഒരു ഡീലായി. ഇപ്പം അതിന്റെ ആവശ്യം, അങ്ങനെ ഒരു ആരോപണത്തിന് തന്നെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ഈ രീതിയിൽ മുഖ്യമന്ത്രിക്ക് VD സതീശന് മറുപടി പറയാൻ കഴിഞ്ഞത്? അല്ല, 10-12 തവണ നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ പുറകെ നടന്നല്ലോ. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടത്? മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി ചിരിക്കില്ല, സൗഹൃദമില്ല, മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈയിടില്ല എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇന്ന് പൊതു മാധ്യമപ്രവർത്തകരോട് എന്താ ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടു. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും അല്ല ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല എന്ന ഒരു രീതിയാണ്, ഒരു പൊതുബോധം ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിച്ചിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 മിനിറ്റ് മതി. പെട്രോൾ ഡീസൽ വില രാജ്യത്ത് കൂടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ നികുതി കുറയ്ക്കണം, ഒറ്റയടിക്ക് കുറയ്ക്കണം, ജനങ്ങളിൽ നികുതി ഭാരം ഉണ്ടാക്കരുത്. അതായിരുന്നു 5 വർഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 5 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന VD സതീശന് ഇപ്പോൾ അത് 4 തവണ 8 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അത് പഠിക്കണം. PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഹൈക്കോടതിയുടെ പല വിധിന്യായങ്ങൾ എതിരാണ്, നിയമപരമായി പറ്റില്ല. അങ്ങനെയുള്ളപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം. അത് ഞാനങ്ങ് മുഖ്യമന്ത്രിയായ പിറ്റേ ദിവസം മുതൽ നിറയ്ക്കുമെന്ന് പറഞ്ഞ ആള് ആദ്യം 1800 കോടി രൂപ, ഇപ്പോൾ 6000 കോടി രൂപ കടമെടുക്കുന്ന വേണ്ടി മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കാണുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് SSIയുടെ ഫണ്ട് കിട്ടൂ എന്ന് പറഞ്ഞ അതേ കേന്ദ്ര ഗവൺമെന്റ് ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ SSI ഫണ്ട് റിലീസ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞ് എത്ര സമരം നടത്തിയ ആളാ? ഈ പെരുന്നാൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പെരുന്നാളിന് പെൻഷൻ വിഹിതം കിട്ടാത്ത ഒരു കേരളത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. BJPക്കാണ് യാതൊരു എതിർപ്പില്ല, ഞങ്ങളുടെ നയം നടപ്പാക്കാൻ വന്ന ഗവൺമെന്റ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു.
അതുപോലെ അവരുടെ കൂടിക്കാഴ്ച പിറ്റേ ദിവസം ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രതിനിധി അടക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഹൈക്കോടതിയിൽ ഒരു വിധിയിൽ ഒരു കേസിൽ സ്റ്റേ ഉണ്ടായിരുന്നു, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു, പിറ്റേ ദിവസം റെയ്ഡ്. എന്താ വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കേസ് ഹൈക്കോടതിയിലുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും കേസിൽ സ്റ്റേ മേടിച്ചിരുന്നോ? അത് മറ്റൊരു കമ്പനി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് അരുൺകുമാർ ഇതുവരെ വന്നില്ല. അതായത് നിങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജില്ലാ പാർട്ടി സെക്രട്ടറി മുതൽ എല്ലാ നേതാക്കളും അണിനിരുന്ന പ്രതിഷേധത്തിന് മുന്നിൽ ഉയർത്തിയ ബാനറിൽ ED, VD, മോദി ഡീൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ആ മോദി VDS ഡീൽ എന്നുള്ളതിൽ നിങ്ങൾ ഇപ്പോഴും CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം ഈ പെൻഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അതിന് ഞാൻ സർക്കാർ ഉത്തരവ് വായിച്ചു. സർക്കാർ ഉത്തരവിൽ മെയ് 25 മുതൽ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കേണ്ടതാണ് എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ എൻ്റെ ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അത് അരുൺകുമാറിനും കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല. ഉത്തരവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ എന്തുകൊണ്ട് ED കയറുന്നില്ല? സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞില്ലേ ED എന്നോട് ഒരു അക്ഷരം ചോദിച്ചില്ലെന്ന്. ചോദ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മകളോടായിരുന്നു. അല്ല, അങ്ങനെയല്ലല്ലോ ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ. സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ്, 12 ഇടത്ത് റെയ്ഡ്. ഒന്ന് കേക്ക് വാചകം. സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് 12 ഇടത്തിൽ. പിന്നെ 12 ഇടം ഏതാണെന്ന് പറയുന്നത് കുറെ കഴിഞ്ഞിട്ടാ. അതായത് സഖാവ് പിണറായി വിജയൻ ഏതാണ്ട് 12 വീടുള്ള രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് പറഞ്ഞില്ലേ 242 അക്കൗണ്ടുകൾ വീണ വിജയന്റെ പൂട്ടി. എനിക്ക് ഉത്തരവാദിത്തമില്ല. ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും തെറ്റ് കൊടുത്തതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല അരുൺ. താങ്കൾക്ക് ഉത്തരവാദിത്തം ഇല്ല. അതിന് ഞാൻ ഉത്തരവാദിത്തം. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞ പ്രതികരണത്തിന് ഞാൻ അരുണിനോട് മറുപടി ചോദിച്ച കാര്യമുണ്ടോ? ഞാൻ കേൾപ്പിക്കണം EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. അല്ല, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയോ താങ്കളോട് ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചോദിക്കുകയല്ല ചെയ്തത്. ഈ കേരളത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ കേട്ടോ? ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും സമ്പത്തുള്ളയാൾ സഖാവ് പിണറായി വിജയനാണെന്നും പറഞ്ഞ് ഒരു 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലിന്റെ പേരിലുള്ള കാർഡ് ഇറങ്ങി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട് 3 ലക്ഷം രൂപ വാടകയ്ക്ക് എടുത്തതാണ് എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലെ ഒരു നിരീക്ഷകൻ വന്ന് പറയുന്നു. പല ചാനലുകളുടെയും പേരിൽ കാർഡുകൾ ഇറങ്ങുന്നു. അതിന്റെ കൂടെയാണ് വീണ വിജയന്റെ 242 അക്കൗണ്ടുകൾ പൂട്ടി എന്ന് പറഞ്ഞ 1-ാം നമ്പർ ചാനലിന്റെ പേരിൽ കാർഡ് വരുന്നു. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? ഏത് വ്യാജ വാർത്തയും കള്ള വാർത്തയും പ്രചരിപ്പിക്കാം. ഞാൻ അരുണിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ED റെയ്ഡിനെ കുറിച്ചാണ്. താങ്കൾ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. ശരിയാണ്, പല രീതിയിൽ പല വാർത്തകളൊക്കെ വരുന്നത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോഴും ചോദ്യം അവിടെ നിലനിൽക്കുന്നത് ഈ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വന്നതിന് പാർട്ടി ഇത്രയും പ്രതിരോധിച്ചത് എന്തിനായിരുന്നു? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു പരാതിയില്ല. ഏത് സമൻസും കൊടുക്കാം, ഏത് ഡോക്യുമെന്റ് വേണമെങ്കിൽ ഹാജരാക്കാൻ പറയാം, അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്നു എന്ന രൂപത്തിൽ രാവിലെ പുലർച്ചെ മുതൽ വാർത്ത പ്രചരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടച്ചിട്ടിരിക്കുന്ന കണ്ണൂരിലെ വീട് റെയ്ഡ് ചെയ്യുന്നു, വാടക വീട് റെയ്ഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കേസിൽ ശ്രീ വീണ വിജയൻ ഒരു സമൻസ് അയച്ചിട്ട് നിങ്ങൾ ഇന്ന ദിവസം വരണം, ഇന്ന ദിവസം ഇന്ന ഡോക്യുമെന്റ് ഹാജരാക്കണം എന്ന് ചോദിച്ചാൽ പോകാതിരിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? FSIO ചോദിച്ചു, ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറഞ്ഞു. ചെന്നൈ അവരുടെ ഓഫീസിൽ ഹാജരാക്കാൻ പറഞ്ഞു, ഹാജരായി. അന്വേഷണത്തോട് സഹകരിച്ചു. ആദായ നികുതി വകുപ്പ് ചോദിച്ച രേഖകൾ ഹാജരാക്കി. ഈ കേസുകളെല്ലാം ഡൽഹി ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും സ്റ്റേ ചെയ്തിട്ടിരിക്കുന്നു. നിലവിലൊരു കേസും ഇല്ല. ഇവിടെ ഹൈക്കോടതിയിൽ നിലനിന്ന EDയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഒരു സമൻസും വീണ വിജയൻ അയച്ചിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ആരോപണത്തിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് ഹാജരാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം വേണമായിരുന്നോ എന്നതാണ് ചോദ്യം. ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു. അത് വൈകുന്നേരമല്ലേ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത്. ശരി, ED ഒരു പ്രഹസനം നടത്തിയാൽ പാർട്ടി മൊത്തം ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അതെ, ഒറ്റ കാര്യം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ 56 മണിക്കൂർ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചോ? ഏതെങ്കിലും രംഗത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചോ? ഞാനിപ്പോ അങ്ങേക്ക് കുറച്ച് വീഡിയോ അയച്ചുതരാം. രാഹുൽ ഗാന്ധി അതിക്രമിച്ച് കയറി.
ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഈ ബാംഗ്ലൂർ ഓഫീസിലെ കാറ് കത്തിച്ചു, ബസ് കത്തിച്ചു. മുംബൈ ഓഫീസ് 3 ദിവസം ഉപരോധിച്ചു. ഹൈദരാബാദ് ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി നാശനഷ്ടം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഡൽഹിയിലും സമാനമായിട്ട് ടയറൊക്കെ കത്തിച്ച് വലിയ സമരം നടത്തി. അവിടെ ചോദ്യം ചെയ്തത് അവരുടെ നേതാവിനെയല്ലേ, രാഹുൽ ഗാന്ധിയല്ലേ ചോദ്യം ചെയ്തത്? ഇവിടെ പിണറായി വിജയനെ ചോദ്യം ചെയ്തോ? പിണറായി വിജയൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അല്ലല്ലോ. പിന്നെ എന്തിന് ഇഡി ചോദ്യം ചെയ്യണം? ഒറ്റ മിനിറ്റ്. അല്ല നിങ്ങളൊന്ന് ക്ഷമിക്കൂ. എന്തിനാ അത്ര ബുദ്ധിമുട്ട്? ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തെറ്റായ വിവരം ഒരു രംഗത്തും കോൺഗ്രസ് പ്രതികരിച്ചില്ല. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോ ആരും ഒരു പ്രതികരണം ഉണ്ടാക്കിയില്ല, ഒരു സമരം നടത്തിയില്ല എന്ന് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് പറയുമ്പോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചോ ഇത് നുണയാണ്? ഇപ്പൊ താങ്കൾ പറഞ്ഞു ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത് ചോദിക്കാൻ എണീറ്റ പത്രപ്രവർത്തകരെ കൊണ്ട് അദ്ദേഹം ചോദിച്ചോ? നിങ്ങൾ ഉറങ്ങുവാണോ എന്നാ ചോദിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ വാർത്ത വന്നത് സഖാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു, പിണറായി വിജയന്റെ വീടുകളെല്ലാം കൃത്യമായി ഇവിടെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത. രാത്രിയല്ലേ ഇഡിയുടെ പത്രക്കുറിപ്പ് വന്നേ? ഞങ്ങൾ പിണറായി വിജയനോട് ചോദ്യമൊന്നും ചോദിച്ചില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് പാർട്ടി സഖാക്കൾ അങ്ങ് വരും, പ്രതിഷേധിക്കും, പ്രതികരിക്കും. അപ്പൊ കണ്ണൂർ വല്ല അനിഷ്ട സംഭവം ഉണ്ടായോ? ഇല്ലല്ലോ. കോഴിക്കോട് വല്ല അനിഷ്ട സംഭവം ഉണ്ടായോ? ഇല്ലല്ലോ. തിരുവനന്തപുരത്തും പരമാവധി ശ്രീ ശിവൻകുട്ടിയും ആ ജോയിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശ്രമിച്ചു. പ്രവർത്തകരെ ശാന്തരാക്കാൻ പരമാവധി ശ്രമിച്ചു. ശരി, പ്രതിഷേധമെല്ലാം കഴിഞ്ഞു. ഇപ്പൊ താങ്കൾ പറഞ്ഞത് മുഴുവൻ ഞാൻ മുഖവിലക്കെടുത്തു. EN സുരേഷ് ബാബു ആരാണ്? നിങ്ങളുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ന് എന്താണ് പറഞ്ഞത്? ഇഡി ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, പൂരം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ്. എന്താണിത്? അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസി പച്ചയായ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഒരു തെളിവുമില്ലാതെ CPM നേതാക്കളുടെ പുറകെ വന്നാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിനോ സമൻസ് അയക്കുന്നതിനോ ഡോക്യുമെന്റ് ക്ഷണിച്ചു വരുത്തുന്നതിനോ ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല. കേസ് അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. അന്വേഷണത്തിന്റെ പേരിൽ CPM-നെ ആക്രമിക്കാൻ, നിയമവിരുദ്ധമായി ആക്രമിക്കാൻ, അതുപോലെ തന്നെ ഇല്ലാത്ത കേസിന്റെ പേരിൽ CPM-നെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കും. അത് അന്നും ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഇന്നും പറഞ്ഞതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയത്തും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ ആരോപണം വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു മടിയിൽ കനമുള്ള ഒരു വഴിയിൽ പിടിച്ചാൽ മതി. അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വിളിച്ചു വരുത്തിയും ഞങ്ങളാണ്.